എനിക്ക് പ്ലേറ്റിലോട്ട് മാറ്റാനുള്ള സമയം പോലും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈറ്റിംഗ് സ്ട്രൈറ്റ് ഫ്രം ദ ട്രേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളൊരു ഫിഷ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാച്ചില് ബാക്കി വന്ന ഫിഷാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ഗ്രിൽ ചെയ്തിട്ട് വരാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാലയും പിന്നെ പാപ്രിക്ക പൗഡറും പിന്നെ അതിനാവശ്യമായിട്ടുള്ള സോൾട്ടും പിന്നെ ഇത്തിരി ലെമൺ ജ്യൂസും കൂടി ആവാട്ടോ. അപ്പോൾ ഒരു 1 hour എങ്കിലും വെച്ച് നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ആർഭാടത്തിന് ഇതുപോലെയൊക്കെ ആവാട്ടോ. ഈ ഒരു ഫോയിലിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറന്ന കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ടോപ്പിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലിറ്റ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ ലെമൺ സ്ലൈസസ് ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടാങ്ങി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഫൈനലി നമുക്ക് റോസ്മേരിയും കൂടി വെച്ച് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ടോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മിക്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് ചൂടായിട്ടുള്ള ആ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഉലയും കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു ഒനിയനും പിന്നെ ഗ്രൈൻഡഡ് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നന്നായി കുക്കായി നല്ല സോഫ്റ്റ് ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മസാല പൗഡേഴ്സും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഫിഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഈ ഒരു മസാല മിക്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് റോസ്റ്റഡ് ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് നമുക്കൊരു 6 to 10 minutes കൂടി അവലിൽ വെക്കാം. ഇത് ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഈവൻ പ്ലെയിൻ റൈസിന്റെ കൂടെയോ സെർവ് ചെയ്യാം.